കേരള യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ മിനിസ്റ്റർ, ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം എന്തൊക്കെയാണ് ഒരു പ്രധാന തീരുമാനം? അതായത് ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു തർക്കം സമവായത്തിലേക്ക് എത്തുകയാണോ? കേരള യൂണിവേഴ്സിറ്റിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടന്നു പോകണം എന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. കേരള യൂണിവേഴ്സിറ്റി നാക് അക്രഡിറ്റേഷനിൽ A++ഉം NIRF റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 9ാം റാങ്കും ഒക്കെ നേടിയ സർവകലാശാലയാണ്. ഇൻ്റർനാഷണൽ റാങ്കിങ് പ്രക്രിയയിലും നല്ല ഡീസൻ്റായ നിലയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ചിലപ്പോൾ അത് ദോഷകരമായി ഭവിച്ചേക്കാം, നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സുഗമമായ നിലയിൽ നടക്കണം എന്ന കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ VC-യോടും സംസാരിച്ചു, സിൻഡിക്കേറ്റ് അംഗങ്ങളോടും സംസാരിച്ചു. VC-യെ ഇന്നലെ വിളിച്ച് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹം സർവകലാശാലയിൽ വന്ന് കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒപ്പിടാൻ തയ്യാറായി. അദ്ദേഹം അർജൻറ്റായ ഫയലുകളൊക്കെ നോക്കിയിട്ട് ആണ് ഇന്ന് പോയത്. അതിന് തുടർന്ന് അദ്ദേഹം എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു നീക്കുപോക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് വിളിക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും വിളിച്ച് സംസാരിച്ചു. അവരും സിൻഡിക്കേറ്റ് വിളിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിക്കുക എന്നുള്ളത് പ്രശ്ന പരിഹാരത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാവരും ഏകാഭിപ്രായത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അർജൻറ്റായിട്ട് വിളിക്കും. മിനിസ്റ്റർ, ഇപ്പോൾ ഇതിൽ ഇനി ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സമരത്തിൽ നിന്ന് സമവായത്തിലേക്ക് എത്തുന്നതോടെ SFI ഒരു സമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ രജിസ്ട്രാറുടെ കാര്യത്തിൽ ഇനി എന്താണ് ഒരു തീരുമാനം? ആ കാര്യം നമുക്ക് ചർച്ച ചെയ്തിട്ടല്ലേ തീരുമാനമാക്കാൻ പറ്റുള്ളൂ. രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി നിയമപ്രകാരം സിൻഡിക്കേറ്റാണ്. അപ്പോൾ നിയമത്തിൻ്റെയൊക്കെ ആ ഫ്രെയിം വർക്കിൻ്റെ അതിനുള്ളിൽ നിന്നുകൊണ്ടാണല്ലോ നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റൂ. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു വരികയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹത്തിന് ഗവർണറെ അല്ലെ ചാൻസലറിനെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ നേരിട്ട് കാണാൻ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇനി ഇപ്പോൾ സിൻഡിക്കേറ്റും VC ആണല്ലോ ഇതിൽ കക്ഷികളായിട്ടുള്ളത്. അവരോടാണല്ലോ സംസാരിച്ചത്. അവരോട് സംസാരിച്ച് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലല്ലേ ഫർദർ കാര്യം നമ്മൾ ആലോചിക്കേണ്ടു.